Dear friends, warm welcome to my 8th standard English class. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയുടെ അനശ്വര മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ താജ്മഹൽ എന്ന കവിതയാണ് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. താജ്മഹൽ written by രവീന്ദ്രനാഥ് ടാഗോർ. ആദ്യം നമുക്ക് കവിതയിലൂടെ ഒരു പ്രാവശ്യം പോകാം. You knew, Emperor of India Shah Jahan, that life, youth, wealth, renown all float away down the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep like a sunset's crimson splendor. But it was your hope that it would, at least a single eternally heaved sigh would stay to greet the sky. You knew, Emperor of India Shah Jahan, that life, youth, wealth, renown all float away down the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep like a sunset's crimson splendor. But it was your hope that at least a single eternally heaved sigh would stay to grieve the sky. Though emeralds, rubies and pearls are all but as the glitter of a rainbow trickling out empty air must pass away, yet still one solitary tear would hang on the cheek of time in the form of this white gleaming Taj Mahal. Though emeralds, rubies and pearls are all but as the glitter of a rainbow trickling out empty air and must pass away, yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. എന്താണ് കവി ഈ വരികളിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? This is a very long narrative poem. ആക്ച്വലി ഇത് വളരെയധികം വരികളുള്ള ഒരു പോമാണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് അബൌട്ട് രവീന്ദ്രനാഥ് ടാഗോർ. Rabindranath Tagore. Look at this. Rabindranath Tagore was a Bengali writer who reshaped Bengali literature and music as well as Indian art in the late 19th and early 20th centuries. Author of Geetanjali. Geetanjaliയുടെ author. Then the first non-European to win Nobel Prize in Literature in 1913. 1913 ആദ്യമായിട്ട് യൂറോപ്പിന് പുറത്തുള്ള ഒരു വ്യക്തി നോബൽ സമ്മാനം നേടുകയാണ്, അതും സാഹിത്യത്തിൽ. അദ്ദേഹത്തിൻ്റെ കവിതകളെ മൊത്തത്തിൽ പറയുന്നത് ഹിസ് പോയട്രി വാസ് വ്യൂഡ് ആസ് സ്പിരിച്വൽ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. മനുഷ്യനെ അത്രയധികം സ്വാധീനിക്കുന്നതും ആത്മീയവുമായിട്ടുള്ള കവിതകളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. Now let us see what is the theme of this poem. You knew, addressing the Emperor of India Shah Jahan. മഹാന്മാരായിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരിൽ വളരെ പ്രധാനപ്പെട്ട ഷാജഹാൻ ചക്രവർത്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് യു ന്യൂ, താങ്കൾ അറിഞ്ഞു എന്നാണ്. യു ന്യൂ.
എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ, ഇന്ത്യൻ എംപറർ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ നിങ്ങൾ അറിഞ്ഞു. ഷാജഹാൻ നിങ്ങൾക്കറിയാമായിരുന്നു. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ ഫസ്റ്റ് ലൈൻ. വാട്ട്? എന്താണ് ഷാജഹാൻ? വാട്ട് ഡിഡ് ഷാജഹാൻ അണ്ടർസ്റ്റാൻഡ് വെൽ? ദാറ്റ് ലൈഫ്, ജീവിതം, യൂത്ത് യൗവനം, വെൽത്ത് ധനം, റിനൗൺ ഫെയിം അഥവാ പ്രശസ്തി. നോക്കൂ, ഷാജഹാൻ അറിയാമായിരുന്നൊരു കാര്യമുണ്ട്. ജീവിതം, നമ്മുടെ യുവത്വം, ധനം, പ്രശസ്തി, ഓൾ ഫ്ലോട്ട് അവേ, എല്ലാം ഫ്ലോട്ട് അവേ ചെയ്യും. ഡൗൺ, എങ്ങോട്ട്? കീഴോട്ട്. എങ്ങോട്ട് കീഴോട്ട്? ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. ഏതിലൂടെയാണ് ഒഴുകി പോവുക? ഈ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഒഴുകിപ്പോവും. ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. കാലമാകുന്ന അരുവിയിലൂടെ. സ്ട്രീം ഓഫ് ടൈം. കാലത്തെ ഒരു സ്ട്രീമിനോട് എന്ത് ചെയ്തിരിക്കുകയാണ്? കാലം ഒരു സ്ട്രീമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനിവിടെ മെറ്റഫർ എന്നാണ് പറയുക. മെറ്റഫർ ഒരു തരം ഇംഗ്ലീഷിലുള്ള അലങ്കാര രൂപങ്ങളിലൊന്നാണ് മെറ്റഫർ. ദ സ്ട്രീം ഓഫ് ടൈം. കാലമാകുന്ന അരുവിയിലൂടെ എന്തെല്ലാമാണ് ഒഴുകിപ്പോകുന്നത്? നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ജീവിത പ്രശസ്തി മുഴുവൻ, നമ്മുടെ യുവത്വം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പ്രശസ്തി, കീർത്തി, ഇതെല്ലാം ഒഴുകിപ്പോവും എന്ന് ഷാജഹാൻ മനസ്സിലാക്കി. ഷാജഹാൻ വാസ് വെരി ക്ലെവർ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് യുവർ ഓൺലി ഡ്രീം, അങ്ങയുടെ ഓൺലി ഡ്രീം, അങ്ങയുടെ ഏക സ്വപ്നം എന്തായിരുന്നു? വൂസ് ടു പ്രിസർവ്. എല്ലാം നശിച്ചു പോകുന്നതാണല്ലോ, ഒഴുകി പോകുന്നതാണല്ലോ, കാലമാകുന്ന അരുവിയിലൂടെ ഒഴുകിപ്പോകുന്നതാണ് ഇവയെല്ലാം എന്ന് മനസ്സിലാക്കിയ ഷാജഹാന്റെ ഒരേ ഒരു സ്വപ്നം. വാട്ട് വാസ് ഹിസ് ഓൺലി ഡ്രീം? ഹിസ് ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ. എന്നേക്കുമായി പ്രിസർവ് ചെയ്യണം. പ്രിസർവ് ചെയ്യുക, നിലനിർത്തുക. എന്ത്? ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. ഷാജഹാന്റെ ഹൃദയത്തിൽ ഒരു വലിയ വേദന ഉണ്ടായിരുന്നു. ഷാജഹാന്റെ ഹൃദയത്തിലുള്ള വേദന എന്താണ്? എന്തായിരുന്നു ആ വേദന? ഷാജഹാന്റെ ഹൃദയത്തിലുള്ള വേദന എന്ന് പറയുന്നത് മുംതസ് മഹൽ. മുംതസ് മഹൽ അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഖീൻ മുംതസ് മഹലിൻ്റെ മരണം, അത് ഷാജഹാന് വലിയ ഹൃദയവേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഷാജഹാൻ അത്രയും സ്നേഹിച്ചിരുന്നു മുംതസ് മഹലിനെ എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നോക്കുക. സോ യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. മുംതസ് മഹലിൻ്റെ മരണം ഷാജഹാന്റെ ഹൃദയത്തിലുണ്ടാക്കിയിട്ടുള്ള വേദന അത്രമാത്രമായിരുന്നു. ആ വേദന എന്നും നിലനിൽക്കണം. ലോകാവസാനം വരെ ആ വേദന നിലനിൽക്കണം. തനിക്ക് മാത്രമല്ല, ലോകത്തിനു മുമ്പിൽ ആ വേദന നിലനിൽക്കണം എന്ന് ഷാജഹാൻ ആഗ്രഹിച്ചു. ഷാജഹാൻ അറിയാമായിരുന്നൊരു മറ്റൊരു കാര്യം എന്താ നോക്കൂ. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇംപീരിയൽ പവർ. സാമ്രാജ്യശക്തി, അധികാരശക്തിയുടെ ഹാർഷ് തണ്ടർ. എന്താണ് ഹാർഷായുള്ള, റഫായുള്ള തണ്ടർ? ഇടിനാദം, ഇടിമുഴക്കം. സാമ്രാജ്യത്വത്തിൻ്റെ, അധിനിവേശത്തിൻ്റെ ഒക്കെ ഇടിമുഴക്കം. ഭരണത്തിൻ്റെ, കാർക്കശ്യത്തിൻ്റെ, സൈനിക അധിനിവേശങ്ങളുടെ ഒക്കെ ഇടിമുഴക്കം. വുഡ് ഫെയ്ഡ്, വുഡ് ഡിം, മങ്ങിപ്പോവും. ഇൻ ടു സ്ലീപ്പ്, ഒരു ഉറക്കത്തിലേക്ക് എന്ന വണ്ണം സാമ്രാജ്യത്വ ഇടിമുഴക്കങ്ങൾ പതുക്കെ പതുക്കെ മങ്ങിപ്പോവും. ഏതുപോലെ? ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ഇവിടെ ഒരു ഉപമയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ആ അതിഗംഭീരമായുള്ള ഇടിനാദം ഫെയ്ഡ് ചെയ്ത് പോവും. ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ഇതിനാണ് ഉപമ എന്ന് പറയുക. എന്താണ് ഇവിടെ ഉപമിക്കുന്നത് നോക്കിക്കോളൂ. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇംപീരിയൽ പവറിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അറിയോ?
ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. എന്താ അങ്ങനെ പറഞ്ഞാൽ? പോലെ. ഏതുപോലെയാണ്? സൺസെറ്റ്സ്, അസ്തമയ സൂര്യൻ്റെ ക്രിംസൺ, റെഡിഷ്, കടും ചുവപ്പായുള്ള സ്പ്ലെൻഡ്, ശോഭ പോലെ. എന്താണ് രണ്ടിനുള്ള പ്രത്യേകത ഉപമിക്കാൻ? ഹാഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ എന്ത് ചെയ്യും? വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്. എത്ര കണ്ട് ഭരണാധികാരികൾക്ക് ശക്തിയുണ്ടെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ അതെല്ലാം ഇല്ലാതാവും. ഏതുപോലെ? വൈകുന്നേരം അസ്തമയ സൂര്യൻ്റെ സ്പ്ലെൻഡർ പോലെ, ശോഭ പോലെ. നോക്കുക, അസ്തമയ സൂര്യൻ്റെ ശോഭ മനസ്സിലായല്ലോ? ഒരു ചിത്രമാണത്, അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, അസ്തമയ സൂര്യൻ്റെ ശോഭ പോലെ അത് കുറച്ച് സമയം നിലനിൽക്കും, നല്ല ശോഭയുണ്ടെങ്കിലും അത് ഫെയ്ഡ് ചെയ്ത് പോകുന്നത് പോലെ തന്നെ ഭരണാധികാരികളുടെ അവരുടെ വലിയ സൈനിക ശക്തി, അവരുടെ അധിനിവേശം, ഭരണമെല്ലാം മങ്ങി ശോഭ നശിച്ച് ഒരു ഉറക്കത്തിലേക്ക് എന്ന വണ്ണം ഫെയ്ഡ് ചെയ്ത് പോകും. ബട്ട് അതും ഷാജഹാൻ അറിയാമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് യുവർ ഹോപ്പ്. എന്നാൽ ഷാജഹാൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തായിരുന്നു? ദാറ്റ് അറ്റ് ലീസ്റ്റ് എ സിംഗിൾ eternally heaved sigh would stay to grieve the sky. What is that? What was his hope? ഷാജഹാന്റെ പ്രതീക്ഷ എന്തായിരുന്നു? അറ്റ് ലീസ്റ്റ്, ചുരുങ്ങിയത്, എ സിംഗിൾ, ഒരിക്കൽ മാത്രം, എറ്റേണലി ഹീവ്ഡ്, എന്നേക്കുമായി ഹീവ് ചെയ്യപ്പെട്ട, സൈ, നെടുവീർപ്പ്. eternally heaved means eternally released. ഒരിക്കൽ മാത്രം ഒരു നെടുവീർപ്പായിട്ട് ഷാജഹാന്റെ മനസ്സിൽ നിന്ന് ഉയർന്ന അത്, അറ്റ്ലീസ്റ്റ് എ സിംഗിൾ എറ്റേണലി ഹീവ്ഡ് സൈ, എന്ത്? നെടുവീർപ്പ്. ഷാജഹാനിന്ന് ഉയർന്നു പൊന്തിയ നെടുവീർപ്പ് വുഡ് സ്റ്റേ, നിലകൊള്ളുമെന്ന്, ടു ഗ്രീവ് ദ സ്കൈ, ആകാശത്തെ ദുഃഖിപ്പിക്കാനായിട്ട്. ടു ഗ്രീവ്, ദുഃഖിപ്പിക്കുക, ദുഃഖാർത്ഥമാക്കുക, ദ സ്കൈ. അപ്പോൾ ആകാശത്തോളം പൊങ്ങി നിൽക്കുന്ന താജ്മഹലിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് താജ്മഹൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുക മാത്രമല്ല ചെയ്യുക, എന്തുകൂടെ ചെയ്യും? അത് മനുഷ്യരെ ദുഃഖിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അതിമനോഹരമായുള്ള താജ്മഹൽ. കാരണം താജ്മഹലിൻ്റെ ചരിത്രം അറിയുന്ന ഓരോ ചരിത്ര വിദ്യാർത്ഥിയും കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൽ താജ്മഹലിൻ്റെ ഭംഗിയോടൊപ്പം അതിൽ ഷാജഹാനും മുംതസ് മഹലിനും ഇടയിലുള്ള പ്രണയം, അവർ തമ്മിലുള്ള സ്നേഹം അതിൽ അന്തർലീനമാണ്. ഓക്കെ, അപ്പോൾ ഷാജഹാന്റെ മനസ്സിലുള്ള പ്രതീക്ഷ എന്തായിരുന്നു? തൻ്റെ കണ്ടനാളത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള ഒരു നെടുവീർപ്പ്. വാട്ട് ഈസ് ദാറ്റ്? ഷാജഹാന്റെ ഹൃദയത്തിൽ നിന്ന് എറ്റേണലി, അനശ്വരമാം വിധം ഹീവ് ചെയ്യപ്പെട്ട ആ സൈ, നെടുവീർപ്പ്, അതാണെന്ത്? ദാറ്റ് ഈസ് വാട്ട്? താജ്മഹൽ. അത് ഈ ലോകത്തെ മുഴുവൻ ഗ്രീവ് ചെയ്യാനായിട്ട് ഉയർന്നു നിൽക്കണമെന്ന് ഷാജഹാൻ ആഗ്രഹിച്ചു. അതായിരുന്നു ഷാജഹാന്റെ ഒരു ആഗ്രഹം. നോക്കാം, ദോ എമറാൾഡ്സ്, rubies, pearls are old, but as the glitter of rainbow trickling out empty air and must pass away. എമറാൾഡ്. എന്താണ് എമറാൾഡ് എന്ന് പറയുന്നത്? എമറാൾഡ്, പച്ച കല്ലുകളെയാണ് എമറാൾഡ് എന്ന് പറയുന്നത്. നവരത്നങ്ങളിൽ വില കൂടിയുള്ള പ്രഷ്യസ് സ്റ്റോൺസിൽ എമറാൾഡ്.
നല്ല മരതകം എന്ന് പറയും. റൂബീസ് മാണിക്യം അഥവാ ചുവന്ന കല്ല്, പേൾസ് മുത്തുകൾ, ഇവയെല്ലാം എന്താണെന്ന് നമുക്കത് കാണാം. Yes, friends, these are emeralds. These are emeralds. Okay, now rubies. എല്ലാം വില കൂടിയുള്ള കല്ലുകളാണ്. ഓക്കെ, ദെൻ പേൾസ്. നോക്കൂ, ഈ റിങ്ങിൽ മുത്തുകൾ പതിച്ചിരിക്കുന്നു. വളരെ കോസ്റ്റ്ലിയാണ്, വളരെ വില കൂടിയുള്ളതാണ്. അപ്പോൾ ഇവയെക്കുറിച്ചൊക്കെയാണ് കവി ഇവിടെ പരാമർശിക്കുന്നത്. എന്താ പറയുന്നത്? ദോ എമറാൾഡ്സ്, റൂബീസ്, പേൾസ് ആർ ഓൾ, ഇവയെല്ലാം they are all very precious. ഇവയെല്ലാം അമൂല്യമാണ്, വിലയേറ്റതാണ്, നമുക്ക് എന്താ പറയുന്നത്, വില മതിക്കാനാവാത്തതാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഇവയെല്ലാം ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ, ഒരു റെയിൻബോയുടെ തിളക്കം, ഗ്ലിറ്റർ, ട്രിക്കിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. എന്താണ് അലങ്കരിക്കുന്നത്? റെയിൻബോയുടെ തിളക്കം എംപ്റ്റി എയറിനെ അലങ്കരിക്കുന്നത് പോലെയാണ്. ഇവയൊക്കെ അത്ര മനോഹരമാണ്. പക്ഷേ ഇവയെല്ലാം റെയിൻബോ പോലെ തന്നെ മസ്റ്റ് പാസ് അവേ, അവയെല്ലാം കൊഴിഞ്ഞു പോവും. അവയുടെ തിളക്കമെല്ലാം പാസ് അവേ, ഇല്ലാതായി പോകണം, പോയേ തീരൂ. ഇപ്പൊ നോക്കുക, റെയിൻബോ you know the color, right? Good. So നമുക്കറിയാലോ, വർണ്ണശബളമായുള്ള മഴവില്ലിനാണ് ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ എന്ന് പറയുന്നത്. ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. അപ്പോൾ ഇവയെല്ലാം എമറാൾഡ്, റൂബീസ്, പേൾസ്, ഇവയെല്ലാം അത്യധികം പ്രഷ്യസ് ആണെങ്കിലും ഇവയെല്ലാം ഏതുപോലെ തന്നെയാണ്? ദി ആർ ജസ്റ്റ് ലൈക്ക് എ റെയിൻബോ ട്രിക്ക് ഔട്ട് ചെയ്യുന്നത് പോലെയാണ്. എന്തിനെയാണ് റെയിൻബോ ട്രിക്ക് ഔട്ട് ചെയ്യുക? ദ എംപ്റ്റി എയർ, ഒന്നുമില്ലാത്ത അന്തരീക്ഷത്തെ അതിമനോഹരമാക്കും, ഡെക്കറേറ്റ് ചെയ്യും. ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. അതുപോലെ രാജകൊട്ടാരത്തെ, രാജാവിൻ്റെ കിരീടത്തെ ഒക്കെ എമറാൾഡ്, റൂബീസ്, പേൾസ് ഇവയെല്ലാം എന്ത് ചെയ്യും? ട്രിക്ക് ഔട്ട് ചെയ്യും, അലങ്കരിക്കും. ബട്ട് all these things must pass away and float away down the stream of time. ഇവയെല്ലാം കാലമാവുന്ന അരുവിയിലൂടെ ഒലിച്ചു കുത്തിപ്പോവും. അപ്പോൾ അങ്ങനെ ആവാത്തൊരു സാധനമാണ്. yet still one solitary tear, എങ്കിലും ഒരു സോളിറ്ററി, ഏകാന്തമായുള്ള, മറ്റുള്ളതിൽ നിന്നെല്ലാം വ്യത്യസ്തമായുള്ള സോളിറ്ററി ടിയർ, ഏകാന്തമായുള്ള കണ്ണുനീർ. എന്താണ് ഈ സോളിറ്ററി ടിയർ? എന്തിന് പകരമാണ് നിൽക്കുന്നത്? താജ്മഹലിന് പകരമാണ് സോളിറ്ററി ടിയർ എന്ന് പറയുന്നത്. അത് മറ്റൊരു മെറ്റഫറാണ്. yet still one solitary tear would hang on the cheek of time. കാലത്തിൻ്റെ കവിളിൽ ഹാങ് ചെയ്ത് തൂങ്ങി നിൽക്കണം, അല്ലെങ്കിൽ തങ്ങി നിൽക്കണം. എന്ത്? ഏകാന്തമായുള്ള ഒരു തുള്ളി കണ്ണുനീർ. ഏത് രൂപത്തിൽ? ഇൻ ദ ഫോം ഓഫ് രൂപത്തിൽ. ദിസ് വൈറ്റ് ഗ്ലീമിങ് താജ്മഹൽ, ഈ വൈറ്റ് ആൻഡ് ഗ്ലീമിങ്, വെണ്ണക്കല്ലിൽ തീർത്തിട്ടുള്ള വൈറ്റ്, വെളുത്ത് തിളങ്ങുന്ന താജ്മഹൽ. അപ്പോൾ നോക്കൂ, വെണ്ണക്കല്ലിൽ തീർത്തിട്ടുള്ള താജ്മഹൽ. ഇത് കാലത്തിൻ്റെ കവിളിൽ തീർത്തിട്ടുള്ള സോളിറ്ററി ടിയറാണ്, ഏകാന്തമായുള്ള ഒരു തുള്ളി കണ്ണുനീരാണ് എന്നാണ് ഷാജഹാനോട് കവി അഡ്രസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അല്ലെങ്കിൽ ഷാജഹാൻ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് താജ്മഹൽ എന്നാണ്
കവി കവിതയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ കവിത നമുക്ക് മനസ്സിലായി കഴിയുന്നുണ്ട്. ഇവിടെ 2 കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. ഇതിൽ സിമിലി എന്ന് പറയുന്ന സിമിലി മെറ്റഫർ എന്താ ഞാൻ പറഞ്ഞു, ഒന്ന് മറ്റൊന്നാണ് എന്ന് പറയുന്നതാണ് എന്ത് മെറ്റഫർ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് സ്ട്രീം ഓഫ് ടൈം കാലമാകുന്ന അരുവി. അപ്പോൾ കാലം ഒരു അരുവി പോലെയാണ്. രണ്ടിനും പ്രത്യേകം എന്താണ്? രണ്ടിനും ഒഴുക്കുണ്ട്. കാലത്തിന് ഒഴുക്കുണ്ട്, അരുവിക്കും ഒഴുക്കുണ്ട്. ഇങ്ങനെ ഒന്ന് മറ്റൊന്ന് പോലെയാണെന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റഫർ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഹാർട്ട് പെയിൻ എന്താണ് ഈ ഹാർട്ട്സിന്റെ പെയിൻ എന്ന് പറഞ്ഞാൽ? അത് ഹൃദയവേദന എന്ന് പറയുന്നത് എന്താണ്? താജ്മഹൽ ഷാജഹാന്റെ ഹൃദയവേദനയാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒന്ന് മറ്റൊന്ന് എന്നൊരു മെറ്റഫറായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇവിടെ നോക്കുക, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇംപീരിയൽ പവറിനെ എന്തിനോട് ഉപമിക്കുന്ന അറിയോ? ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ, അസ്തമയ സൂര്യന്റെ ശോഭ പോലെയാണ്. എന്താ രണ്ടിനുള്ള പ്രത്യേകത? രണ്ടും ശോഭിക്കുന്നുണ്ടെങ്കിലും രണ്ടും എന്താണ്? അല്പായുസേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ the harsh thunder of imperial power just like a sunset's crimson splendor, ഈ ഒന്ന് മറ്റൊന്ന് പോലെയാണെന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഫസ്റ്റ് സിമിലി in this form. അതുപോലെ വാട്ട് ഈസ് eternally heaved sigh? that is nothing but താജ്മഹൽ. ഓക്കെ, അത് മറ്റൊരു മെറ്റഫർ ആണ് എന്ന് പറയാം. അതുപോലെ അടുത്ത സിമിലിയിലേക്ക് നമുക്ക് നോക്കാം. ഒരു സിമിലി കൂടെ ഉണ്ട്. ഏതാണ്? ദോ എമറാൾഡ്സ് റൂബീസ് പേൾസ് ആർ ഓൾ ആൻഡ് ദേ ആർ ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ. ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ പോലെയാണ് എമറാൾഡ്സ് റൂബീസ് പേൾസ് ഇവയെല്ലാം തന്നെ എന്ന് പറയുന്നു. എന്താ രണ്ടിലുള്ള പ്രത്യേകത? ഭയങ്കര സ്പ്ലെൻഡറാണ്, തിളക്കാണ്. ബട്ട് ഇറ്റ് മസ്റ്റ് പാസ് അവേ. അതെല്ലാം എന്ത് പോയേ പറ്റൂ. അതുപോലെ തന്നെ all these things are used for tricking out or for decorating something. Okay, so emeralds, rubies, pearls are all as the glitter of a rainbow എന്ന് പറയുന്നത് ഇവയെ റെയിൻബോയിനോട് ഉപമിക്കുകയാണ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സിമിലി. ഇനി വാട്ട് ഈസ് വൺ സോളിറ്ററി ടിയർ? അതൊരു മെറ്റഫറാണ്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് താജ്മഹൽ. അതുപോലെ തന്നെ ചീക്ക് ഓഫ് ടൈം. എന്താ ചീക്ക് ഓഫ് ടൈം? കാലത്തിൻ്റെ കവിൾ. അതിനെന്താ പറയുക? കാലത്തിന് കവിളുണ്ടോ? കവിള് മനുഷ്യർക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ കാലത്തിന് മനുഷ്യരോട് ഉള്ളൊരു താരതമ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് പെർസോണിഫിക്കേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ചീക്ക് ഓഫ് ടൈം, പെർസോണിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ ഈ കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ലെസണായിട്ട് അടുത്ത ദിവസം വരുന്നവരെ ഓക്കെ, ഗുഡ് ബൈ.